ഹലോ ഗൈസ്, വെൽക്കം ടു പാതിരാമണൽ ഐലൻഡ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ അവിടെ ഒരു ചേട്ടൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 50 രൂപ വെച്ചാണ്. 12 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ് 50 രൂപ, 5 തൊട്ട് 12 വയസ്സുള്ളവർക്ക് 25 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വെൽക്കം എന്നൊക്കെ വരച്ച് വെച്ചിട്ട്. പാതിരാമണൽ ഐലൻഡിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ ഗുരുദേവ ക്ഷേത്രം. ദ്വീപിൽ മുഴുവൻ ഒരു SNDP മയമാണ്. കാണുന്ന മരങ്ങളിലെല്ലാം മഞ്ഞ കളറിലെ കൊടി കെട്ടിയിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി ഗുരുദേവൻ്റെ ഒരു വിഗ്രഹവും എവിടെയുണ്ട്. ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം എന്നാണല്ലോ. ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള മരത്തിൽ തന്നെ അത്യാവശ്യം വലുപ്പത്തിലൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഒരു കുട്ടി കുറേ നേരമായി ആസ്വദിച്ച് ചാടുന്നുണ്ട്. അവളുടെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആവേശം വരും. അപ്പോൾ ലെറ്റ് ഹർ എൻജോയ്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ബിൽഡിങ്സ് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ മൂത്രപ്പുരയാണ്. ഇവിടുത്തെ പെയിൻ്റ് അടിച്ച എല്ലാം മൊത്തം ഇളകിപ്പോയി. പിന്നെ ഒരു പ്രത്യേകതയാണ് ഈ ബാമ്പു വെച്ചുള്ള ട്രീ ഹൗസ്. അമ്മ അതിൻ്റെ മേളിൽ കയറുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ വലിയൊരു ചിൽഡ്രൻസ് പാർക്ക് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു ചിൽഡ്രൻസ് പാർക്ക്. സംഭവം വെച്ചാൽ ഹരിയാനയിൽ നിന്ന് NSS പിള്ളേരായിട്ടൊരു 19 പേര് വന്നിട്ടുണ്ട്. അവന്മാർ ഈ പാർക്ക് മൊത്തം കയ്യേറി. ഒടുവിൽ ഷീലാൻഡിക്ക് ഊഞ്ഞാലിൻ്റെ മേൽ പിടി കിട്ടി. അങ്ങനെ പുള്ളിക്കാരി എന്നെ മേളിൽ കയറി ആടി തിമിർക്കുക. അളിയും ബാക്കി നാട്ടി കൊടുക്കുന്നുമുണ്ട്. ലെറ്റ് ഹെയർ എൻജോയ്. പുള്ളിക്കാരി എൻജോയ് ചെയ്യട്ടെ. നമുക്ക് 1 മണിക്കൂർ കേട്ടോ ഇതിനകത്ത് അനുവദിച്ചിരുന്ന സമയം. നമ്മൾ 11:45 വന്നു. 12:45 നമ്മുടെ ബോട്ട് തിരിച്ചു വരും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ എൻട്രൻസിലെത്തണം. അപ്പോൾ ഇവിടെ ഫുള്ള് കാടാട്ടോ. ഇവിടെ ഒരു ബേർഡ് സാഞ്ചുറി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനങ്ങനെ പക്ഷികളെ ഒന്നും കണ്ടില്ല. പക്ഷേ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ഇതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ബോർഡ് മാത്രമേ കണ്ടുള്ളൂ. ഇപ്പോൾ തിരിച്ച് വന്നപ്പോഴാണ് വലത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രീ ഹൗസ് കാണാം. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി സ്റ്റീപ്പായിട്ടൊരു കയറ്റമാണ്. ഇരുമ്പും കൊണ്ടുള്ളൊരു ഏണിയുണ്ട്. അമ്മയ്ക്കൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഞാൻ നിസ്സാരമായിട്ട് കയറി. അപ്പോൾ മേളിലിങ്ങനെ ഓല വെച്ച് മേഞ്ഞൊരു മേൽക്കൂരയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. മേളിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം അത്യാവശ്യം നല്ലൊരു രീതിയിലൊരു ട്രീ ഹൗസാണ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു കിട്ടലിന് എക്സ്പീരിയൻസ് തന്നെ. അപ്പം നമ്മൾ പയ്യെ ഇവിടെ കാഴ്ചകളെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുക. കാരണം സമയം നമുക്ക് വൈകി. താഴെ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. ചിലർക്ക് പേടിയായതുകൊണ്ട്, അമ്മയ്ക്കും ആൻറ്റിക്കൊക്കെ പേടിയായതുകൊണ്ട് അവർ കയറിയില്ല. ഞാൻ എന്തായാലും പയ്യെ താഴോട്ട് ഇറങ്ങാം. എനിക്കെന്താണെന്ന് അറിയില്ല, ഇത് നിസ്സാര കേസായിട്ട് തോന്നി. ഞാൻ ചടപടേ ഞാനങ്ങ് ഷാർപ്പായിട്ട് അങ്ങ് ഇറങ്ങി. ഒരു സീനും ഇല്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പാതിരാമണൽ ഐലൻഡിൻ്റെ ഒരു ചിന്ന ടൂർ. അപ്പോൾ ഓക്കെ, ബൈ.